എത്തിയടാ. ആടാ. എടാ ഇതല്ലേ ലോട്ടറി സെന്റർ? ആടാ അത് തന്നെ ലോട്ടറി സെന്റർ. നമുക്ക് അവിടെ പോയി ചോദിക്കാമല്ലേ ഏതാന്ന്. പിന്നെ ചോദിക്കല്ലാണ്ട് പറയണോടാ. അവൻ്റെ ഒടുക്കത ചാളി. എന്ത് വാടേ, നന്നായി കൂടെ. അങ്ങനെയൊന്നും പറയണ്ട, എന്തായാലും വാച്ച് എൻ്റെ അല്ലേ. അതുകൊണ്ട് ഞാൻ പറയണ ചളിയൊക്കെ ഒന്ന് കേട്ടിരുന്നു. ആവശ്യം വരും, എൻ്റെ വാച്ചാണ്. എന്തായാലും നമുക്കിപ്പോൾ ലോട്ടറി സെന്ററിലേക്ക് പോയിട്ട് ലോട്ടറി എടുക്കാം. ആടാ ചേട്ടാ, ലോട്ടറി വേണമായിരുന്നു. മക്കളെ ഏത് ലോട്ടറിയാണ് വേണ്ട? നമ്പർ പറ ചേട്ടാ. KS 280215 എന്ന നമ്പറാണ് വേണ്ടത്. അയ്യോടാ, ഒരു 10 മിനിറ്റ് നേരത്തെ വന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ. അതെന്താ ചേട്ടാ, എന്തു പറ്റി? ചേട്ടാ അവരെങ്ങോട്ടാണ് പോയേക്കുന്നതെന്നറിയാവോ? ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് പോയെന്ന്. ചേട്ടാ അപ്പോൾ ഈ ഫിഷ് മാർക്കറ്റ് എവിടെയാ? അല്ല, ഫിഷ് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് എവിടെയാ? എടാ വെജിറ്റബിൾ മാർക്കറ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. എന്തിനാടാ അതറിഞ്ഞിട്ട്? വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ലോട്ടറി നിങ്ങൾ വാങ്ങിച്ച ശേഷം വെക്കോ. ഞങ്ങൾ വേറെ ഇത് ചോദിച്ചു, ഞങ്ങൾ ലോട്ടറിനെ വിലയൊക്കെ അറിയാൻ വേണ്ടോന്ന് ചോദിച്ചായിരുന്നു. ഇതേപോലത്തെ ലോട്ടറി ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇല്ലല്ലോ. കുഴപ്പമില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും നോക്കോളാം. ആടാ മോനെ, എന്നാ ശരി. ആണ്ടേ അതല്ലേ ഫിഷ് മാർക്കറ്റ്? ചേട്ടൻ പറഞ്ഞനുസരിച്ചാണ്, അതാണ് ചേച്ചി. വാടാ നമുക്ക് ചെന്നിട്ട് ചോദിച്ചു നോക്കാം. ഇത് ഈ ലോട്ടറി എടുത്തിട്ടുണ്ടോ നമുക്ക് ചോദിച്ചു. ആൻറ്റി. ആടാ മോനെ, എന്താ? നിങ്ങളെന്താ ഇവിടെ? അമ്മ ഇവിടെ? അമ്മ ഒരു ലോട്ടറി എടുത്തായിരുന്നു. അമ്മ KS 280215 എന്ന് പറഞ്ഞ ലോട്ടറി എടുത്തായിരുന്നോ? ജാങ്കോ, നീ അറിഞ്ഞ? ഞാൻ പെട്ടു. അവന്റെ കാല് തല്ലി ഒടിച്ചല്ലേ, എന്ത് ചെയ്യും? അവന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അത്. ഈശ്വര, നൈസായിട്ട് മുങ്ങിയാലോ. എടുത്തായിരുന്നു. നീ ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല അമ്മ, അവനും കൂടെ ഉണ്ട്. എന്നിട്ട് അവനെന്തിയടാ? തൂക്കിയല്ലോ. നിങ്ങൾക്കതിന് ലോട്ടറി അറിഞ്ഞിച്ച് എന്തിനാ? ഒന്നുമില്ല ആൻറ്റി, ഞങ്ങള് വെറുതെ ഇങ്ങനെ അറിയാൻ വേണ്ടി വെച്ചാ. അമ്മ ശരി, നിങ്ങൾ പൊക്കോ. ആൻറ്റി ശരി, വാടാ പോവാം. പോവാം. അതിനെന്നാ, എന്നാ കൈ പിടിക്ക്. എത്തിയടാ, വീട്ടിലെത്തി. എത്തി. എടാ ഇനി വീട്ടിലേക്ക് കയറി വേണ ഭാഗ്യം, എന്തിനാ നമ്മളായിട്ട് മാറ്റിക്കളയാണ്. എന്തായാലും അമ്മയല്ലേ, അതുകൊണ്ട് അമ്മ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ കിട്ടു. നമുക്കൊക്കെ ന്യൂസ് ചാനലും വിളിച്ചു പറഞ്ഞിട്ട് എല്ലായിടത്തും വിളിച്ചു പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് നീ വീട്ടിൽ പോകാന്നാലും ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഉറക്കം വന്നേച്ചും വയ്യ. എന്നാ ശരി, നമുക്ക് ലോട്ടറിൻ്റെ ദിവസം കാണാം. ഞാനും കുറേ നേരം റെസ്റ്റ് എടുക്കാൻ പോവാ. എനിക്ക് ക്ഷീണാടാ മൊത്തം, എന്താന്നറിയില്ല. എടാ ഇന്നല്ലേ റിസൾട്ട് വന്നേ? ഇന്നാണ് റിസൾട്ട് വന്നത്. ഇവൻ കിടന്ന് ഉറങ്ങുവാണ്. എന്നാ ഇന്ന് റിസൾട്ട് വന്ന ദിവസമല്ലേ? വാ, നമുക്ക് ന്യൂസ് ചാനലൊക്കെ പറഞ്ഞറിയിക്കണ്ടേ? ഞാൻ ന്യൂസ് ചാനലിലോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു.
എന്തായാലും നമുക്ക് അമ്മയെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ലോട്ടറി എവിടെയാണെന്ന് ചോദിക്കാം. ആടാ അമ്മ എവിടെയാ? നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ പോയേക്കുവാ. നീ അവിടെ ചെന്നിട്ട് ചോദിക്കാണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചാൽ പോരെ? അല്ലേ വേണ്ടേ, ഇപ്പം തന്നെ നമുക്ക് പോവാം. എന്നാ കൈ പിടിച്ചോ. ഓ എത്തി. എടാ തേടാ അമ്മ, നോക്ക് അങ്ങോട്ട് പോകുമ്പോ. ചേട്ടി ഇതിനെത്രയാ? എടേ എന്നാണ് നിങ്ങളെന്താ ഇവിടെ? അമ്മ അമ്മേൻ്റെ ലോട്ടറി ടിക്കറ്റ് ഇല്ലേ, അത് ഒന്ന് കാണിച്ചേ. ആടാ ഇന്ന് ലോട്ടറി. ആ എടാ KS28025 ആണല്ലോ. പക്ഷേ ഇത് ഈ ലോട്ടറിന് ആ നമ്പർ അല്ലല്ലോ. അയ്യോ എടാ പോയി, എല്ലാം പോയി. ਕੱਲ ਮੈਨੂੰ ਇੱਕ ਕੁੜੀ ਮਿਲੀ ਜਿਹਦੇ ਗੱਲਾਂ ਦੇ ਵਿੱਚ ਟੋਏ ਮੋਏ 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 ਮੋਏ. എന്ത് പറ്റിയടാ മോനെ? അതൊക്കെ ഇപ്പൊ പറയാൻ ഒരു ഭൂലോകത്തിന്റെ കഥയുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു തരാം. എടാ നമ്മളിപ്പോ യൂട്യൂബിൽ ന്യൂസിലൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പൊ ഇനി എന്ത് ചെയ്യും? നാണം കെട്ടും, മൊത്തം നീ തന്നെയല്ലേ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇനി എന്താവോ കണ്ടറിയാം. അമ്മ എന്തായാലും കൈ പിടിച്ചേ. എടാ നീയും കൈ പിടിക്ക്. എന്തിനാടാ? എനിക്ക് തന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ പോകാനൊക്കെ അറിയാം കേട്ടോ. അമ്മേ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കഥയാ. മര്യാദയ്ക്ക് പറ, മര്യാദയ്ക്ക് പിടിക്കുകയില്. ആ പിടിക്കാം. എത്തിയടാ. വീടല്ലേ? ഇത്രയും നേരം മീൻ മാർക്കറ്റിലായിരുന്ന ഞാൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയേ? എടാ മോനെ, നീ ഞാൻ അറിയാണ്ട് മാജിക് ഒക്കെ പഠിക്കാൻ പോകണ്ടോടാ? അമ്മേ അതൊന്നും ഇല്ലെന്നേ. ബാ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് ഉറക്കൊരു കുറെ സ്റ്റോറി ഉണ്ട്. നീ എന്താവോ അമ്മ. എടാ ചെറുക്കാ, നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞേ? അമ്മച്ചി